നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകതകളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. വേദപുസ്തകത്തിലെ ഒരു ഭാഗം വായിച്ച് തുടങ്ങാം. ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരുവൻ ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്നത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുകയില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ ശിഷ്യന്മാരാക്കി തീർക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ തുടങ്ങുന്ന കർത്താവേ, വചനത്തിലൂടെ അവരുടെ ശിഷ്യത്വത്തിൻ്റെ അടിത്തറ കർത്താവിൻ്റെ തൃക്കയ്യാലിടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഒരുവൻ കർത്താവിൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്നാമത് അവൻ തീക്ഷ്ണമായ ഒരു പ്രതിജ്ഞ എടുക്കണം. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നു അവനിൽ നിന്ന് പഠിക്കുവാൻ ദൈവം ക്ഷണിക്കുന്നു. ഈ ക്ഷണം നിരസിക്കാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. നമ്മളെ കർത്താവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുത്തനും വരികയില്ല. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരികയില്ല എന്ന് യേശു തമ്പുരാൻ പറഞ്ഞു. നിങ്ങൾ ശിഷ്യനാകണമെന്ന് ഞാൻ 900 പ്രാവശ്യം പറഞ്ഞാലും ദൈവം ആകർഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരികയില്ല. പറഞ്ഞത് ഞാനല്ല, യേശുവാണ്. അപ്പോൾ ഈ വിഷയം വളരെ ഗൗരവമായിട്ട് എടുക്കണം. എന്താണെന്ന് പറയുക, തീക്ഷ്ണമായ ഒരു പ്രതിജ്ഞ. എൻ്റെ കർത്താവേ, ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുവാൻ തീരുമാനിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഓർക്കുമല്ലോ, പെർഫെക്റ്റ് സബ്മിഷൻ എന്ന് നമ്മൾ ചിന്തിച്ചു. അതിനകത്ത് നമ്മളൊരു കാര്യം വ്യക്തമായി പറഞ്ഞു. എന്താണെന്നറിയോ? ഐ സറണ്ടർ. അത് സത്യമാണ് എങ്കിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം ജഡീക തൃഷ്ണ, മനുഷ്യനെ മൃഗത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഘടകം ജഡീകമായ തൃഷ്ണയാണ്. കർത്താവിന് ശിഷ്യനാകാൻ വരുന്നവൻ തിന്നുക, ഉടുക്കുക, ഉറങ്ങുക, ഇണചേരുക ഇതല്ല. ഇത് വെറും ജഡീകമാണ്. കർത്താവിന് ഇതൊന്നും വേണ്ടെന്ന് ആരും പറഞ്ഞില്ല. അതിനൊന്നും കർത്താവ് വിലക്കുന്നില്ല. കർത്താവ് എല്ലാം നിങ്ങളെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നവൻ ആ ജഡീക തൃഷ്ണയ്ക്ക് അത്ര പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. ഒരു കാര്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിനെന്താ പറയുന്നത്? ഇറ്റ് ഹാസ് ഗോട്ട് എ കോൺവെക്സ് ഇഫക്റ്റ്. അതായത് എല്ലാ രശ്മികളും ഒരു കേന്ദ്ര ബിന്ദുവിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഒരു തീക്ഷ്ണമായ ആകർഷണമാകുകയുള്ളൂ. ഓൺ ദി അതർ ഹാൻഡ്, if you have got a concave attitude, your attention will be dispersed. It will not go to a particular point.
നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുക എന്നുള്ളതാണ്. ആ തീരുമാനം എടുത്തിട്ടാണല്ലോ കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വന്നത്. ആ കർത്താവിനും അതിഷ്ടമായിട്ടാണല്ലോ നിങ്ങളെ ആകർഷിച്ചത്. ആ സാഹചര്യത്തിൽ നമ്മൾ വളരെ തീക്ഷ്ണമായ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ജഡത്തെക്കാൾ ആത്മാവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ് തീക്ഷ്ണമായ പ്രതിജ്ഞ. ഒരു കർത്തൃശിഷ്യനാകുവാൻ നിങ്ങൾ വന്നത് അതുകൊണ്ടാണല്ലോ. ഇനിയും ജഡത്തിൽ നിന്നും യേശുവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ജഡത്തിൽ നിങ്ങൾ മരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജഡത്തിൽ ഇരിക്കുന്നവനാണ് എങ്കിലും നിങ്ങൾ ഈ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എന്ത് വരുമെന്നറിയാമോ? യേശുവിൻ്റെ മാർബിൾ ചാരാൻ വലിയ ബുദ്ധിമുട്ടില്ല. ആദ്യമേ ശിഷ്യത്വത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ വളരെ ലഘുവായിട്ട് നിങ്ങളോട് പറഞ്ഞു, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ യേശുവിൻ്റെ ജീവിതം അനുകരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായി. ആഹാ, ഇത്രയേ ഉള്ളൂ എന്ന സംഗതി വളരെ സിമ്പിളാണല്ലോ നിങ്ങൾ വിചാരിച്ചു. സിമ്പിളാ. പക്ഷേ if you go deep into it, you will find a lot of things to be taken into consideration. പല കാര്യങ്ങളും നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. ഈ വായന ഭാഗത്തിൽ യേശുമ്പുരാൻ പറയുന്നത് അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരിമാരെയും എല്ലാം അങ്ങ് പകച്ചേക്കാനാണ്. നിങ്ങളെന്താ അർത്ഥമാക്കിയത്? നിങ്ങൾ തെറ്റായിട്ടാണ് ധരിച്ചതെന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, വേദപുസ്തകത്തിലെ കാര്യം ഗ്രഹിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ 1 യോഹന്നാൻ 2:27 നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ ചെവി തുറക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നത് ഗ്രഹിക്കുന്നതിന് നമ്മുടെ ഹൃദയം തുറന്നിടണം. ഇതൊന്നും അല്ല ചുമ്മാ വന്നിരുന്നിട്ട് എന്ത് കാര്യം സാധിക്കാനാ? അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു സംഗതിയാണ്, ഒരു യുവാവ്, ഒരു ഒന്നാം തരം എബ്രായ യുവാവാണ്. നല്ല ധനികനാണ്. അവൻ ബാല്യം മുതൽ, അവൻ്റെ വാചകമാണ്, ബാല്യം മുതൽ ഞാൻ ഒക്കെയും പരിപാലിച്ചു പോകുന്നു, ഇനി എന്തോ ഉണ്ട് ബാക്കി? യേശു അവനെക്കുറിച്ച് ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. ഓർ ഇൻ അതർ വേർഡ്സ്, യു സെൽ എവറിഥിങ് ആൻഡ് ഗിവ് ഇറ്റ് ടു ദ ബെഗർ ആൻഡ് ബിക്കം എ ബെഗർ. അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? ഇതാ നിങ്ങൾ ധരിക്കുന്നത്. ആ പയ്യനും അങ്ങനെ തന്നെ ധരിച്ച് അവൻ വലിയ ധനവാനാകിയാൽ ദുഃഖിതനായി തിരിച്ചുപോയി. എടാ മനുഷ്യ, കർത്താവ് പറഞ്ഞ എന്താണെന്നറിയോ? ഷിഫ്റ്റ് യുവർ പ്രയോറിറ്റി. ഇത്രേ പറഞ്ഞുള്ളൂ. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അമ്മയാണ് ദൈവത്തെക്കാൾ വലുതെങ്കിൽ ഷിഫ്റ്റ് ദ പ്രയോറിറ്റി. ലെറ്റ് ലോർഡ് ഗോഡ് ടേക്ക് ദറ്റ് പ്ലേസ്. അബ്രഹാമിനൊരു കുഞ്ഞ് ജനിച്ചു. അവൻ യഹോവയേക്കാൾ കൂടുതലായിട്ട് ആ കുഞ്ഞിനെ സ്നേഹിച്ചു. അവനോട് പറഞ്ഞാൽ അവന് മനസ്സിലാകത്തില്ല. ഷിഫ്റ്റ് യുവർ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ കർത്താവേ എന്ന് ചോദിക്കും. അതുകൊണ്ട് പറഞ്ഞു, കുഞ്ഞിനെ കൊണ്ട് ബലി കഴിക്കുക. തീക്ഷ്ണമായ ഒരു കൽപ്പന. എവിടെ? വീടിൻ്റെ തെക്കേ പറമ്പിൽ കൊണ്ടുപോയി മാവുള്ളടത്ത് കൊണ്ടുപോയി കഴിക്കാൻ പറഞ്ഞില്ല. 3 ദിവസത്തെ വഴിക്കപ്പുറം മോറിയാമല. അവനും കുഞ്ഞും വിറകും തീയും എടുത്തു പോയി, നിങ്ങൾക്കറിയാതെ. ആ 3 ദിവസത്തിനകം അവനൊരു കാര്യം പഠിച്ചു. എന്താണെന്നറിയോ? there is a price for obeying God's command.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയെ അനുസരിക്കണമെങ്കിൽ നീ ഒരു വില കൊടുക്കണം. ഇവിടെ കൊടുക്കേണ്ടി വരുന്ന നിൻ്റെ ഏകജാതനായ പുത്രനെയാണ്. ഈ കൽപ്പിക്കുന്ന ആൾ ഇത് ചെയ്തതാ. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ബലി കഴിച്ച ആളാണ് നമ്മുടെ കർത്താവ്. ഇപ്പോൾ വിളിക്കുന്നു, മോനെ നീ ശിഷ്യനാകും, വാ, എൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്നില്ല എങ്കിൽ എൻ്റെ രാജ്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. ഈ സംഗതി ഞാൻ സഭാപിതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൂടാ, ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണല്ലോ ഈ പറയുന്നത്, ശിഷ്യനാകുന്നില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, വിശുദ്ധ വേദപുസ്തകമാണ് പറഞ്ഞത് എന്ന് തന്നെയല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഓർഡേഴ്സ്, ഓർഡിനൻസ്, ദർ ഇസ് എ ഡിഫറൻസ്. ഏത് ഓർഡർ ആണെങ്കിലും ശരി, നമുക്കതിന് അപ്പീൽ പോകാം. പക്ഷേ ഇൻ ദി കേസ് ഓഫ് ആൻ ഓർഡിനൻസ്, where will you go for an appeal? ഒബേ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് അവിടുത്തെ പ്രധാന ഘടകം. അത് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സുവിശേഷം അറിയിപ്പീൻ, നിങ്ങൾ എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ, നിങ്ങളെല്ലാവരെയും എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഇതിനൊരു അപ്പീലില്ല. ഇതങ്ങ് ഒബേ ചെയ്താൽ മതി. ആദ്യമേ ഒരു സ്ഥാനം കിട്ടി, പിന്നെ ഒരു സ്ഥാനം കിട്ടി, പിന്നെ ഒരു സ്ഥാനം കിട്ടി, അങ്ങ് കൊമ്പത്ത് കയറി ഇരുന്നുകൊണ്ട് ഇത് പുതിയ സംഗതിയാണെന്ന് പറയാൻ ആര് പറഞ്ഞു? വേദപുസ്തകത്തിൽ ആദ്യമേ ഉണ്ടായിരുന്നത്. നിങ്ങൾ വായിച്ചു. ഇതിൽ പെടുകയാണെങ്കിൽ എൻ്റെ സ്ഥാനം പോവും, എൻ്റെ പോപ്പെന്നുള്ള സ്ഥാനം, എൻ്റെ മഹാപുരോഹിതൻ എന്നുള്ള സ്ഥാനം, അല്ലെങ്കിൽ എൻ്റെ കാതോലിക്കോസ്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേത്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേത് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ നിങ്ങളത് ഗ്രഹിച്ചില്ല എന്ന് ആൾക്കാരെ വിശ്വസിപ്പിച്ചിട്ട് അവരുടെ പാല് മുഴുവൻ ഊറ്റി കുടിച്ചു. അവരുടെ രോമൻ മുഴുവനും എടുത്തിട്ട് നല്ല കട്ടിയുള്ള കുപ്പായം നിങ്ങൾ തയ്ച്ചു. എന്നിട്ടിപ്പോൾ പറയുക ഇതെന്തുവാ പുതിയ കാര്യം? പുതിയ കാര്യമല്ല. ഞാൻ പുതിയ ആളുമല്ല, പുതിയ കാര്യമൊന്നും ഞാൻ സംസാരിക്കുകയുമില്ല. അതല്ല എൻ്റെ ജോലി. എന്നോട് പറഞ്ഞു, എല്ലാവരെയും എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ. ഞാൻ ആരാ കർത്താവേ? നീ ദാസരുടെ ദാസൻ, പോയിക്കോ. എന്താ ആക്ഷേപമുണ്ടോ? ഇല്ലേ. നീ ദാസരുടെ ദാസനാണോ? ആന്നു, പോടാ. വണ്ടർഫുൾ കമാൻഡ്. ഓണറബിളി ഐ ടുക്ക് ഇറ്റ്. ഇന്ന് വരെ ഞാൻ എൻ്റെ കഴിവ് പോലെ ശ്രമിക്കുന്നു. കൊയ്ത്ത് കഴിഞ്ഞല്ലയോ മെതിക്കുന്നേ, മെതിച്ച് കഴിഞ്ഞല്ലയോ അളക്കുന്നേ. വൈ ഷുഡ് ഐ വറി അബൌട്ട് ഇറ്റ്? ഐ ആം ലോവസ്റ്റ് സെർവൻറ്റ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടുള്ള കാര്യത്തിലൊന്നും കയറി തലയിടണ്ട. പക്ഷേ നിങ്ങളോട് എനിക്കിപ്പോൾ പറയാനുണ്ട്, ഇതൊരു സുവർണ അവസരമാണ്. കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് കേട്ടില്ല എങ്കിൽ പശ്ചാത്തപിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടത്തില്ല. വൈ? ബിക്കോസ് ദിസ് ഈസ് ആൻ ഓർഡിനൻസ് ആൻഡ് യു ഹാവ് ഗോട്ട് നോ റൈറ്റ് ടു അപ്പീൽ. എന്ത് പറയുന്നു? അത് നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക. അപ്പനെയും അമ്മയെയും
അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞേക്ക്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എന്തിനാ? അമ്മയെ അപ്പനെ ബഹുമാനിക്കണം, അവരെ നോക്കണം, അവരെ ഭാര്യയെ കുഞ്ഞുങ്ങളെ എല്ലാവരും നോക്കണം, അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ there is a specific requirement of shifting your interest, shifting your importance. അതേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സുവിശേഷ വേലയിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഒരു ശിഷ്യനാകുവാനായിട്ട് പോകുമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയും അപ്പനെ എല്ലാത്തിനും തല്ലിക്കൊന്നോ? ഇല്ലല്ലോ. ഐ ഓണർ ദം. എനിക്കുള്ള സകലതിനെയും ഞാൻ ഓണർ ചെയ്യുന്നു. അതിനകത്ത് there is only one worthless substance, that is myself. ബാക്കിയുള്ളതിനെല്ലാം ഞാൻ ഓണർ ചെയ്യുന്നു. നിങ്ങൾ കർത്താവ് പറയുന്നത് നിങ്ങൾ ഓണർ ചെയ്യും. പക്ഷേ അതിൻ്റെ മുമ്പിൽ ആരാ ഞാൻ നിൽക്കണ്ടായോ? നിങ്ങൾ പറയുന്നു ഗുരുവും കർത്താവും ഞാനാണെന്ന്, നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ദൈവം ഞാനാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ മുമ്പിൽ നിൽക്കേണ്ടത് ഞാനല്ലയോ? നിങ്ങൾ 1,000 കാര്യമുള്ള കൂട്ടത്തിൽ ഒരെണ്ണമാണോ എനിക്ക് നിങ്ങൾ തരുന്ന സ്ഥാനം? അതല്ല. ശിഷ്യ, നീ കർത്താവിൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രഥമ സ്ഥാനം ഗുരുവും കർത്താവുമായവന് കൊടുക്കണം. അത് മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ് പറയുന്നത് എന്താണെന്നറിയോ? തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ക്രൂശ് കയറി നിന്ന് ആൾക്കാരെ അങ്ങ് പ്രസംഗിക്കും. അന്നത്തെ അവനെടുത്ത ക്രൂശ് നമുക്കെടുക്കാൻ പറ്റുമോ? അവൻ്റെ ക്രൂശ് ആ കുറിയനക്കാരന് വന്നു, അവനെ സഹായിച്ചു. അവൻ്റെ കുരിശ്, ഭോഷ, അവൻ്റെ കുരിശല്ല എടുക്കുന്നത്, അവൻ്റെ കുരിശ് അവൻ എടുത്തു. നിൻ്റെ കുരിശ്, നിൻ്റെ ജീവിതമാകുന്ന യാത്രയിൽ വരാവുന്ന കഷ്ടതകൾ അതെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വാ. ഒരു കഷ്ടതയും വരാൻ പാടില്ല. അമേരിക്കയിലൊക്കെ there is one word called rupture. എന്നുവെച്ചാൽ നമുക്കൊരു കഷ്ടത അനുഭവിക്കേണ്ട, കർത്താവ് വരുന്നു എന്ന് കണ്ട ഉടനെ തന്നെ നമ്മളെ എല്ലാവരെയും അങ്ങ് വാനമേഘങ്ങളിൽ അങ്ങ് എടുക്കും. ഈ കിടക്കുന്ന ഇവനൊക്കെ ഉണ്ടല്ലോ, യവനൊക്കെ കിടന്ന് കുറേ കഷ്ടത, കുറേ കുടിക്കും, കുറേ കഷ്ടതകളെ ഇവന്മാർ കുടിക്കും. അയ്യോ, അങ്ങനെയൊന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നില്ല. ഞാൻ നിങ്ങളോട് എടുത്തെടുത്ത് പറഞ്ഞു, കഷ്ടതകൾ ദൈവമേ എന്നെ അവകാശം തന്നെയല്ലോ എന്ന് പറഞ്ഞത് ദൈവപുരുഷന്മാരാണ്. യേശുവിന് കഷ്ടത സഹിക്കാമെങ്കിൽ വേറെ കൃമിയായ നമുക്കെന്തിരിക്കുന്നു? യേശുവിൻ്റെ കഷ്ടത നമുക്ക് തരുമോ? ഇല്ല. അതിൻ്റെ 1/10 തന്നാൽ നിങ്ങൾ ഓടുമല്ലോ. അങ്ങനെ ഒന്നും തരത്തില്ല. നമുക്ക് ഈ കുടിക്കാവുന്ന കയ്പ് ചില വരും ജീവിതത്തിൽ, അത് മോങ്ങിക്കൊണ്ടും നമുക്ക് കുടിക്കാം. കർത്താവ് തന്നു, സന്തോഷത്തോടും നമുക്കത് കുടിക്കാം. ഇവിടെ പറയുന്നത് തൻ്റെ ക്രൂശ്, ഹല്ലേലൂയ, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തതും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അടുത്തതായിട്ട് പറയുന്നത് ഒരു വലിയ ഗോപുരം പണിയുന്ന കാര്യമാണ്. നിങ്ങൾ ഗോപുരം പണിയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കിടെക്റ്റിനെ വിളിക്കും, സ്ട്രക്ചറൽ എൻജിനീയറെ വിളിക്കും, കോൺട്രാക്ടറെ വിളിക്കും. എല്ലാവരും കൂടെ ഇരുന്ന് പരിപാടി ശരിയാക്കും. അതിന് മുമ്പായിട്ട് എത്ര രൂപ വേണം ഇതിന് എന്ന് നമ്മൾ ഒരു കണക്ക് കൂട്ടത്തില്ലയോ? ഒരു എസ്റ്റിമേറ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന മകനെ, മകളെ, നിങ്ങളുടെ എസ്റ്റിമേറ്റ് എന്താണ്? കർത്താവിന് വേണ്ടി ജീവനെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ?
കർത്താവിന് വേണ്ടി ഒരു ശകലം കഷ്ടപ്പെടാൻ തയ്യാറാണോ? കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാണോ? ഒന്നും ചെയ്യാൻ തയ്യാറല്ല, ഒന്നിനും ഞാൻ തയ്യാറല്ല, ഇതാണോ? യു ടേക്ക് ആൻ എസ്റ്റിമേറ്റ് എന്നേ ഈ പറയുന്നതിന് അർത്ഥമുള്ളൂ. നിങ്ങൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയും, ഓഹ് അവൻ ആ ഗോപുരം പണിത് മനോഹരമായിരിക്കുന്നു. പകുതി വഴി ഇട്ടേച്ച് പോയി. ഒരുപാട് ദൈവത്തിൻ്റെ ദാസന്മാർ പകുതി വഴി ഇട്ടിട്ട് പോയി. ഒന്നുകിൽ പണം കണ്ടു, അല്ലെങ്കിൽ പെണ്ണിനെ കണ്ടു, അല്ലെങ്കിൽ പദവി കണ്ടു, ഇട്ടിട്ട് പോയി. നിങ്ങളെ ഗതി അങ്ങനെ ആവരുത്. നിങ്ങൾ പോകുന്ന ആരെയാ? എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ എഴുതിയ പുസ്തകമാണ് ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനി. അതിനകത്തൊരു ചാപ്റ്ററുണ്ട്, എന്നെ അനുഗമിക്കുക. എന്നെ അനുഗമിക്കുക എന്നുള്ള ആ ചാപ്റ്റർ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യന് ഇത്രയും വേദവാക്യങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു? എൻ്റെ അല്ല ഒരു വാക്യം, എല്ലാം പരിശുദ്ധാത്മാവ് പ്രോംപ്റ്റ് ചെയ്തു, ഞാൻ എഴുതി. ക്രെഡിറ്റ് ഗോസ് ടു ദ ഹോളി സ്പിരിറ്റ്. അതിനകത്ത് മുഴച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഫോളോ മീ എന്നുള്ളതിനകത്ത് മുഴച്ചിരിക്കുന്ന സംഗതിയാണ് ശിഷ്യത്വം. അന്ന് മുതൽ ഞാൻ ഈ ശിഷ്യത്വം നിങ്ങളുടെ കയ്യിൽ എങ്ങനെയെങ്കിലും നേരിട്ട് പറഞ്ഞാൽ നിങ്ങളെന്നെ ഓടിക്കും. അതുകൊണ്ട് കലാപരമായി എങ്ങനെയെങ്കിലും നിങ്ങളെ ഒരു ശിഷ്യനാക്കാൻ പറ്റണമെന്ന് വിചാരിച്ച് ഞാൻ അപ്പം തൊട്ട് ശ്രമിക്കുകയാണ്. ഫലം തരുന്നത് കർത്താവ്. അപ്പോൾ കഷ്ടതകൾ വരിക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശിഷ്യൻ്റെ ജീവിതത്തിലെ അഭേദ്യമായ ഒരു ഘടകമാണ്. നിങ്ങൾ ഏത് ശിഷ്യനെ എടുത്ത് നോക്ക്, അവരെല്ലാം കഷ്ടതകൾ സഹിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞുകൊണ്ട് നടന്നില്ല. ഒരു ശിഷ്യൻ പറഞ്ഞുകൊണ്ട് നടന്നു. എന്തിനാണെന്നറിയോ? നിങ്ങളെ പഠിപ്പിക്കാൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന കഷ്ടങ്ങളെല്ലാം അനുഭവിച്ചു, എനിക്ക് ലാഭമായത് ഒക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കും. അത് നമ്മളെ പഠിപ്പിക്കാൻ, അല്ലാതെ പറഞ്ഞ് ഗ്രംബിൾ ചെയ്യുന്നതല്ല. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്കോ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ ഒന്നിലും പ്രശംസിക്കാൻ ഇടവരരുതേ. ഓ ഹല്ലേലൂയ! ഒന്ന് പറഞ്ഞു നോക്കിയേ, നമുക്കത് പറയാൻ അർഹതയില്ല. കഷ്ടതയുടെ ഒരു ലിസ്റ്റ് പുള്ളിയുടെ കയ്യിലുണ്ട്. അതിലൊന്നുമല്ല എനിക്ക് പ്രശംസിക്കാനുള്ളത്. കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് പ്രശംസിക്കാൻ ഇടവരരുതേ എന്ന് പറയുന്നു. ഇവിടെ കഷ്ടതയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് കർത്താവിന് വേണ്ടി ജീവിച്ചു. പഠിച്ചപ്പോൾ സ്കൂളിലും കോളേജിലും അഗ്രഗണ്യൻ. ഓ ഇതാര്? വാച്ച്മാൻ നീ. ഓ വാച്ച്മാൻ നീ ഉണ്ടോ? എന്നാൽ പിന്നെ നമ്മൾ അപ്പിയർ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം അവൻ അടിച്ചോണ്ട് പോകും. ഒരു ചൈനക്കാരനാണ്, രോഗിയായി, മരിച്ച പോലെയായി, മൃതനായി. പക്ഷേ അവൻ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിൻ്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകട്ടെ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ആകട്ടെ, ഇത്രയെങ്കിലുമൊക്കെ ആൾക്കാരോടൊക്കെ സുവിശേഷം അറിയിക്കാൻ എനിക്കൊരവസരം തന്ന കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞ് ഉറക്കമുണർന്നപ്പോൾ മുകളത്തെ നിലയിൽ കിടന്ന ആൾക്കാർ കൊണ്ടിട്ടതാ കിടന്ന വാച്ച്മാൻ നീ എഴുന്നേറ്റ് മിടുക്കനായി സ്റ്റെപ്സ് എല്ലാം ഇറങ്ങി വാതിൽ തുറന്ന് അടുത്ത വീട്ടിലെ ഒരു പ്രാർത്ഥനാ യോഗം നടക്കുന്നുണ്ട്, പാട്ട് കേൾക്കാം, അവിടെ വരെ നടന്നു പോയി. ആൾക്കാർ വിചാരിച്ചു, അയ്യോ ഇത് പ്രേതമാണോ? അല്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വാച്ച്മാൻ നീയാണ്, എൻ്റെ കർത്താവായി യേശു ക്രിസ്തു എന്നെ തൊട്ടു.
എന്നെ രോഗസൗഖ്യം വരുത്തി. എനിക്കിപ്പം ആ സ്റ്റേഴ്സ് എല്ലാം ഇറങ്ങി വന്നോ നിങ്ങളെടുക്ക വന്നില്ലയോ? അവരെല്ലാവരും കൂടെ ഉണ്ടല്ലോ. ഇതാണ് ഈ സന്തോഷം വരുമ്പോൾ ഉണ്ടല്ലോ മനുഷ്യർക്ക് സഹിക്കാനൊക്കത്തില്ല. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞ് ആ ഭൂമി പ്രകമ്പനം കൊള്ളുമാറ് ഒരു സംഭവം ഉണ്ടായി. എന്തുകൊണ്ട്? കഷ്ടതകൾ വന്നപ്പോൾ അടുത്തു. ആരോടടുത്തു? യേശുവിനോടടുത്തു. കഷ്ടതകൾ വന്നപ്പോൾ യേശുവിനോടടുത്തു. ആ മനുഷ്യനെ കർത്താവ് അത്ഭുതകരമായ രീതിയിൽ സുവിശേഷകനാക്കി. മെയിൻലാൻഡിൽ നിന്നും ഒരു പ്രാവശ്യം ഒരു ദ്വീപിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുള്ളത് $5. ടിക്കറ്റിന് വേണ്ടത്, കപ്പൽ ടിക്കറ്റിന് വേണ്ടത് $5. ഒരാൾ ഓടി വന്നേച്ച് പറഞ്ഞു, നമ്മുടെ സുവിശേഷകനായ ഇന്നാളുടെ കൊച്ചിന് കൂടുതലാണ്, അതിന് ഡോക്ടറെടുക്കെ കൊണ്ടുപോകണം, ഒരു $4. ഈ മനുഷ്യൻ പോക്കറ്റിൽ കൈയിട്ടു. ആകെയുള്ളത് എത്ര? 5. ടിക്കറ്റിൻ്റെ വില എത്രയാ? 5. $4 എടുത്ത് അയാൾക്ക് കൊടുത്തു. കഷ്ടതകൾ എല്ലാം ദൈവമേ എൻ്റെ അവകാശം തന്നെയല്ലോ എന്ന് നമ്മൾ പാടാൻ പഠിക്കണം. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ ആൾ പോയി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞാണ് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നു, വാച്ച്മാൻ നീ നിങ്ങളാണോ? അതെ, ഇതുകൊണ്ട് ഈ കവറ് നിങ്ങൾക്ക് തരാനുള്ളതാണെന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഇദ്ദേഹത്തിന് പോയി വരാനുള്ള സകല പൈസയും ഉണ്ട്. ഞാനിത് പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? വിശ്വസിക്കുക. കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, സ്തോത്രം. കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ശിഷ്യത്വത്തെക്കുറിച്ച് കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, 160 മേനി വിളയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.